ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബഹി ഖളാ ആവാതെ നിസ്കരിക്കണം കേട്ടോ, എപ്പോഴെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ സുബഹി നിസ്കരിക്കുക എന്നുള്ളതല്ല, സുബഹി ഖളാ ആവാതെ നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, സാധാരണ സുബഹിക്ക് ശേഷം എന്തൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുക. ഖളാ ആവുന്നതിന് മുമ്പ് 121 തവണ യാ മലിക്കു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ, 121 തവണ യാ മലിക്കു യാ അല്ലാഹ് എന്ന ദിക്ർ കൂടെ ചൊല്ലിയാൽ അവൻ നല്ല ഐശ്വര്യവാനായി മാറും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അവനുണ്ടാവുകയില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു തആല തടയുമെന്നർത്ഥം. നല്ല സമ്പത്ത്, ദുനിയവിയായ സമ്പത്ത് അവന് നേടിയെടുക്കാൻ കഴിയും. നല്ല ബർക്കത്തുള്ള സമ്പത്ത്, നല്ല സമ്പത്തുകൾ പല രൂപത്തിലുണ്ടാകും. നല്ല സമ്പത്തും ചീത്ത സമ്പത്തുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ചീത്ത സമ്പത്താണ്. ഇതതില്ലാത്ത നല്ല സമ്പത്ത്, നല്ല സമ്പത്തിനുടമയായി അവൻ മാറും. അതേപോലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം അല്ലാഹു തആല കൊടുക്കും. നല്ല സമ്പത്തിനുടമയായി മാറും. നല്ല സമ്പത്ത്, ചീത്ത സമ്പത്തല്ല, നല്ല സമ്പത്തിന്റെ ഉടമയായി അവൻ മാറും. അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ നല്ല സ്ഥാനം അവന് കിട്ടും. നല്ല സ്ഥാനത്തിന്റെ ഉടമയാകും. ജനങ്ങൾക്ക് ഇവന്റെ വാക്ക് അംഗീകരിക്കും. കാരണം ഇവൻ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി അല്ലാഹു തആല മാറ്റിയെടുക്കും എന്നാണ് പറഞ്ഞ ഉദ്ദേശം. ആ രൂപത്തിൽ നമ്മുടെ സ്വഭാവം മാറിക്കിട്ടും, ജീവിതത്തിൽ മാറ്റം വരും, ജനങ്ങൾക്കിടയിൽ അർഹമായ രൂപത്തിലുള്ള സ്ഥാനം ലഭിക്കും, സാമ്പത്തികമായ പുരോഗതി ലഭിക്കും. അതോടൊപ്പം തന്നെ നല്ല വിജ്ഞാനം, മതപരമായ നല്ല വിജ്ഞാനം നേടിയെടുക്കാൻ കഴിയും. കുടുംബത്തിൽ ഐക്യമുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിയുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. എപ്പോഴും സ്നേഹനിധികളായ കുടുംബക്കാർ അവന്റെ കൂടെ ഉണ്ടാകും. എല്ലാറ്റിലും അവൻ നല്ല ഗുണം അല്ലാഹു തആല ചെയ്തു കൊടുക്കും. അല്ലാഹുവിന്റെ ഈ പ്രധാനപ്പെട്ട ഇസ്മ ചൊല്ലുന്നു എന്നതാണ് അതിന്റെ കാരണം. യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ഇനി എന്തിനാണ് എടുക്കുന്നത്? എല്ലാ ദിവസവും എല്ലാവരും ചെയ്യുക. ഈ പറഞ്ഞ രൂപത്തിൽ കുറഞ്ഞ സമയം മതിയല്ലോ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്തു തീർക്കുന്നുണ്ട്. വെറുതെ സമയം കളയുന്നില്ലേ? ആ കൂട്ടത്തിൽ നമുക്കൊരു ദിവസം നമുക്ക് എല്ലാവരും ചിന്തിക്കാം, ഞാൻ ഇന്നത്തെ ദിവസം യാ മലിക്കു യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ടില്ലല്ലോ. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് 121 തവണ ചെല്ലുക.